അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശബ്ദം ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ്. നബിയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ അത് വെറുതെ ഒരു ചടങ്ങായിട്ട് മാറാൻ പാടില്ല. ഒരു രസത്തിന് മാത്രമുള്ള കേൾവിയായിട്ട് ഒതുങ്ങാൻ പാടില്ല. ആ ചരിത്ര പഠനത്തിൻ്റെ പിന്നിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ ഓർക്കേണ്ടത്, ഖുർആൻ നമ്മളോട് പറഞ്ഞത് എന്താണ്? അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഈമാനുള്ളവർക്ക് സ്വന്തം ശരീരത്തെക്കാളും വലുതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെക്കാളും സ്നേഹിക്കേണ്ടത് നമ്മുടെ റസൂലിനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ? നബിയോട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്നിട്ടുണ്ടോ? നബിയോടൊപ്പം ഒരു യാത്ര പോയിട്ടുണ്ടോ? ഇതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് നബിയെ സ്നേഹിക്കാൻ കഴിയുക? നബിയെ അടുത്തറിയുക എന്നതാണ് അതിനുള്ള മാർഗം. പ്രിയപ്പെട്ടവരെ, അതിനാണ് നമ്മൾ ഈ ചരിത്രം പറയുന്നത്, നബിയുടെ ജീവിതം വായിക്കുന്നത്, നബിയുടെ ജീവിതം കേൾക്കുന്നത്. ആ ലക്ഷ്യം നമ്മൾ മറക്കരുത്. നമ്മൾ എന്തിനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്? നമുക്കെങ്ങനെയാണ് നബിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? ജീവിതത്തിൽ ഒരു അണുമണി തൂക്കം നന്മ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ അതാര് പഠിപ്പിച്ചതാണ്? അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. നബി വഴി അല്ലാതെ നമുക്കൊരു നന്മ കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ജീവിതത്തിൽ ഒരു തിന്മയിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുന്നുവെങ്കിൽ അത് തിന്മയാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചതാരാൻ? അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് നബിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. മനസ്സുകൊണ്ട് നബിയെ നമ്മൾ സ്നേഹിക്കണം. നബിയുടെ അരികിൽ വന്നിട്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, മതസ്സാഅ, അള്ളാഹുവിൻ്റെ റസൂലെ, എപ്പോഴാണ് അന്ത്യസമയം? അതിന് നബി തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്, അതിനു വേണ്ടി നീ എന്താണ് ഒരുക്കി വച്ചിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഒരുപാട് കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരം, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെയാണ് നീ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൻത മഅ മൻ അഹ്ബബ്ത എന്ന നബിയുടെ ആ വാക്കിനേക്കാളും ഞങ്ങളെ സന്തോഷിപ്പിച്ച വേറൊരു നിമിഷമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആ നബിയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കണമെങ്കിൽ ആ ഹൃദയം കൊണ്ട് നമ്മൾ നബിയെ വായിക്കണം, നബിയെ കേൾക്കണം, നബിയെ പഠിക്കണം. അതിനു വേണ്ടിയാണ് ഈ ചരിത്ര പഠനമെന്ന് നമ്മൾ മറക്കാതിരിക്കുക. ഈ ശബ്ദം അതൊരു ഓർമ്മപ്പെടുത്തലാണ്, ലക്ഷ്യം മറക്കാതിരിക്കാനുള്ള ഒരു ഉണർത്തലാണ്. അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.